ഫീമെയില് മെയിൽ ഇതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കപ്പം എങ്ങനെയാണ് ആ ഓർഗൻ നമ്മൾ റെഡിയാക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ട്രാൻസ് മാൻ ആവുന്ന സമയത്ത് അവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ബ്രസ്റ്റ് എടുത്ത് മാറ്റണം. അതാണ് അവരുടെ മെയിൻ ഇഷ്യൂ ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് തിങ്. നമുക്കറിയാം ഇപ്പം എത്രയോ വിമൻ ക്യാൻസറും അതൊക്കെ വന്നിട്ട് ബ്രസ്റ്റ് മാറ്റേണ്ടി വരും. സോ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആണ്. ആൻഡ് അതിൻ്റെ ഇപ്പോൾ ഇറ്റ് ഈസ് ബിക്കമിങ് വൺ മച്ച് ബെറ്റർ. നമ്മൾ ചുമ്മാ ബ്രസ്റ്റ് മാറ്റുകയല്ല, നമ്മൾ ആ ചെസ്റ്റിനെ നമ്മളിപ്പോൾ പുരുഷൻ്റെ ചെസ്റ്റുമാരി ഭയങ്കര പെക്ട്രൽസ് ഒക്കെ നല്ല ടഫ് ചെസ്റ്റുമാരി ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ട്. അത് ചെയ്യാൻ പറ്റും. ആൻഡ് നിപ്പിൾ ഏരിയകളോ കോംപ്ലക്സ് വളരെ ചെറുത് പുരുഷൻ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഐഡന്റിഫൈ. അതിൻ്റെ കൂടെ തന്നെ അവർ ഹോർമോൺസും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചെസ്റ്റ് കംപ്ലീറ്റ്ലി രോമമായിരിക്കും. പിന്നെ ബോട്ടം ചെയ്യുന്ന സമയത്ത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂറിനറി ട്രാക്ട് ഉണ്ടല്ലോ, നമ്മൾ മൂത്രസഞ്ചിയിൽ നിന്ന് താഴത്തോട്ട് ലിംഗത്തിൻ്റെ അറ്റത്തോട്ട് വരുന്ന പുരുഷന്മാർക്ക് സാധാരണ ലെങ്ത് 16 സെൻറ്റിമീറ്ററാണ്. സ്ത്രീകൾക്ക് അതേ സമയത്ത് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഒരുമിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മൾ യൂട്രസ് എടുത്ത് മാറ്റും, ഓവറി എടുത്ത് മാറ്റും, പിന്നെ നമ്മൾ വെജൈന എടുത്ത് മാറ്റണം, പിന്നെ സ്ക്രോട്ടം ഉണ്ടാക്കണം, പിന്നെ ലിംഗത്തിനെ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ മെയിൽ ഓർഗൻ ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയാണ്? അതായത് നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ഫീമെയിലിൽ നമ്മൾ തൊലി തന്നെയാണ്, സ്കിൻ തന്നെയാണ്. ഇവിടെ എന്താ? ഓക്കെ, മെയിൽ ഓർഗനിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കൈയിൻ്റെ അവിടെ നിന്നാണ് എടുക്കുന്നത്. കൈയിൻ്റെ ഫോറാമെന്നാണ് നമുക്ക് എടുക്കുന്നത്. സ്കിന്ന് അതിൻ്റെ അടിയിലത്തെ ആ ഒരു കുറച്ച് ഫാറ്റിൻ്റെ ഒരു ടിഷ്യൂ ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്തൊരു ആർട്ടറി ഉണ്ടായിരിക്കും, 2 വെയിൻ ഉണ്ടായിരിക്കും, 2 നെർവ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ നെർവ്സ് ആണ്. കാര്യം ചുമ്മാ ഒരു ലിംഗം അവിടെ ഉണ്ടായിട്ട് തൂങ്ങി കിടന്നിട്ട് എന്താ കാര്യം? അതിനകത്ത് സെൻസേഷൻ ഇല്ല, അതിനകത്ത് നമുക്ക് ഇറക്ഷൻ വരുന്നില്ല, ഇതൊന്നും ഇല്ലാന്ന് വെച്ചാൽ എന്താ എൻ്റെ കാര്യം?